പ്രത്യേകമായ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മാധ്യമങ്ങളോട് പറയാനുള്ളത് വിശദീകരിക്കാനാണ് ഞാനും അമീത് മാഷും വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ ഷാഫി പറമ്പിൽ എം പിയും ഇവിടെ എത്തിയിട്ടുള്ളത്. സാമൂഹ്യ പെൻഷനുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള വ്യാജ പ്രചരണമാണ് CPM ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാമൂഹ്യ പെൻഷൻ യഥാസമയം ആളുകൾക്ക് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് UDF നിയമസഭയിലും പുറത്തും ഉന്നയിച്ചു വരുന്ന ഒരു ആരോപണം. ശ്രീ KC വേണുഗോപാൽ സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞതും പാവപ്പെട്ട ജനങ്ങൾക്ക് അവർക്ക് മരുന്ന് വാങ്ങാൻ ലഭിക്കുന്ന തുച്ഛമായ 1600 രൂപ യഥാസമയം കിട്ടിയെങ്കിൽ മാത്രമേ അവർക്കത് പ്രയോജനം ചെയ്യുകയുള്ളൂ. അത് യഥാസമയം വിതരണം ചെയ്യണം. 2021 തെരഞ്ഞെടുപ്പ് കാലത്ത് വാഗ്ദാനം ചെയ്ത 2500 രൂപ അവർക്ക് നൽകണം. ഈ കാര്യങ്ങളാണ് ഞങ്ങൾ സൂചിപ്പിച്ചത്. നിയമസഭയിലും പറയുന്നുണ്ട്, തെരഞ്ഞെടുപ്പ് സമയത്ത് ഇവിടെയും പറയുന്നുണ്ട്. ഇവിടെ ചില ആളുകൾ പറയുന്നത് കേട്ടു, 80-ൽ ആദ്യമായി സാമൂഹ്യ പെൻഷൻ ഇടതുപക്ഷം കൊണ്ടുവന്നു, കോൺഗ്രസ് അതിനെ എതിർത്തു എന്നൊക്കെ പറഞ്ഞത് കേട്ടു. 80-ലല്ല കേരളത്തിൽ ആദ്യമായി സാമൂഹ്യ പെൻഷൻ നടപ്പിലായത്. അത് കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ R ശങ്കർ, അദ്ദേഹത്തിന്റെ ഗവൺമെന്റിൽ, അദ്ദേഹം ധനകാര്യമന്ത്രി കൂടിയായിരുന്നു, അദ്ദേഹത്തിന്റെ അന്നത്തെ ബഡ്ജറ്റ് സ്പീച്ചിന്റെ ഒരു ഭാഗം ഞാൻ വായിക്കാം. R ശങ്കറിന്റെ ബഡ്ജറ്റ് സ്പീച്ചാണ്. മെഷേഴ്സ് എയിംഡ് അറ്റ് പ്രൊമോട്ടിംഗ് ദ വെൽഫെയർ ഓഫ് ദ വീക്കർ സെക്ഷൻ ഓഫ് ദി സൊസൈറ്റി ഹാവ് ബീൻ ഗിവൻ എ ഹയർ പ്രയോറിറ്റി സിൻസ് ദിസ് ഗവൺമെന്റ് അസ്യൂംഡ് Kerala was the second state in India to introduce the old age pension. ഇന്ത്യയിലെ രണ്ടാമത്തെ സംസ്ഥാനമായി സാമൂഹ്യ പെൻഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന്, ആ സാമൂഹ്യ പെൻഷൻ അന്നത് വാർദ്ധക്യകാല പെൻഷനാണ്. R ശങ്കറാണ്. കോൺഗ്രസ് മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയുമായിരുന്നു. അതിനെ ഇടതുപക്ഷം കൊണ്ടുവന്ന സാമൂഹ്യ പെൻഷൻ എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ ഈ തെറ്റായ പ്രചരണം. 2, ഈ ആർട്ടിക്കിൾ 41 പ്രകാരമാണ് സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ ആളുകളെ സംരക്ഷിക്കാൻ നമ്മൾ ഈ പെൻഷനുകൾ കൊടുക്കുന്നത്. അത് ഈ പറഞ്ഞല്ലോ, വളരെ അവരുടെ ആവശ്യങ്ങൾക്കൊക്കെ ഉപകരിക്കാൻ പാകത്തിലുള്ള ഒരു തുകയിലേക്ക് വരുന്നില്ല. എന്നാലും അത്യാവശ്യം മരുന്നൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടൊക്കെ അവർക്ക് ഉപയോഗിക്കേണ്ടതാണ്. അത് യഥാസമയം കൊടുക്കാൻ ഈ സർക്കാർ തയ്യാറാകുന്നില്ല. അതാണ് ശ്രീ KC വേണുഗോപാൽ ചൂണ്ടിക്കാണിച്ചത്. അപ്പോ ഒരു മറുപടി വരും. എന്താണ്? നിങ്ങൾ 18 മാസം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പെൻഷൻ കുടിശ്ശികയാക്കിയിരുന്നവരല്ലേ? നിങ്ങൾ എന്തിനാണ് ഞങ്ങൾ 5 മാസം കുടിശ്ശികയാക്കിയത്? ഇപ്പോൾ കഴിഞ്ഞ മെയ് മാസത്തിൽ അതിൽ നിന്നും ഒരു ഗഡു കൊടുത്തു. അങ്ങനെ കുടിശ്ശികയാക്കിയതിനെ വിമർശിക്കുന്നത് എന്നാണ് അവരുടെ ചോദ്യം. ഒന്നാമത്, ഈ പച്ച നുണ എത്ര കാലമായി നിങ്ങൾ ആവർത്തിക്കുകയാണ്? തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യേകിച്ചു. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 18 മാസത്തെ പെൻഷൻ കുടിശ്ശികയുണ്ടായിരുന്നോ? ഞാൻ ആദ്യം കണക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ലോജിക്കലായിട്ടൊരു കാര്യം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം. 18 മാസം എന്ന് പറഞ്ഞാൽ 1.5 കൊല്ലമാണ്. ഞാൻ 2011 മുതൽ 16 വരെയുള്ള ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഞാനും അന്ന് നിയമസഭയിലുണ്ടായിരുന്നു, ഷാഫി പറമ്പിലും അന്ന് നിയമസഭയിലുണ്ടായിരുന്നു. ആ സമയത്തെ അന്നത്തെ പ്രതിപക്ഷത്തിന്റെ മുഴുവൻ അടിയന്തര പ്രമേയ നോട്ടീസും എടുത്ത് വായിച്ചു നോക്കി. 1.5 കൊല്ലം പെൻഷൻ ഇല്ലാഞ്ഞിട്ട് ഇവര് പറയാണല്ലോ കുടിശ്ശികയായിരുന്നെന്ന്. ഒരൊറ്റ അടിയന്തര പ്രമേയം പോലും സാമൂഹ്യ പെൻഷൻ കുടിശ്ശികയാണെന്ന് പറഞ്ഞിട്ട് അന്ന് അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവും കോടിയേരി ബാലകൃഷ്ണൻ ഉപനേതാവും തോമസ് ഐസക്കും പ്രമുഖരായ ഇവരെല്ലാവരുമുള്ള ആ പ്രതിപക്ഷം ഒരു അടിയന്തര പ്രമേയം പോലും ഉന്നയിച്ചിട്ടില്ല. നിങ്ങൾ പോയി പരിശോധിക്കുക. 5 വർഷം. എന്നാൽ ഇപ്പൊ ഹമീദ് മാഷ്
പ്രത്യേകമായിട്ട് വന്നിരിക്കുന്നതിന്റെ കാരണം ഞങ്ങളുടെ ഈ സഭയിൽ 6 മാസം കുടിശ്ശികയായല്ലോ. നിങ്ങളെല്ലാം തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്യുന്നവരല്ലേ. ഞങ്ങൾ 3 അടിയന്തര പ്രമേയം കൊണ്ടുവന്നു. 2 അവതരിപ്പിച്ചത് ഞാനാണ്. 6 മാസം കുടിശ്ശികയായപ്പോൾ ഞങ്ങൾ 3 അടിയന്തര പ്രമേയം കൊണ്ടുവന്നപ്പോൾ 18 മാസം കുടിശ്ശികയായിട്ടും അന്നത്തെ പ്രതിപക്ഷം ഒരടിയന്തര പ്രമേയം പോലും നിയമസഭയിൽ കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് വിശ്വാസയോഗ്യമായി തോന്നുന്നുണ്ടോ? നമ്പർ 1. 2, ഇവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ ശ്രീ എം സ്വരാജിന് ഡോക്ടർ തോമസ് ഐസക് നിയമസഭയിൽ കൊടുത്ത ഒരു മറുപടിയുണ്ട്. ആ മറുപടിയിൽ അദ്ദേഹം തന്നെ ചോദിക്കുന്നു, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് എത്ര മാസം പെൻഷൻ കുടിശ്ശികയുണ്ടെന്ന് പറയുന്നുണ്ട്. 3 മാസത്തെ പെൻഷൻ കുടിശ്ശികയുണ്ട്. അത് പോസ്റ്റ് ഓഫീസ് വഴി വിതരണം ചെയ്തിരുന്നത് ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ DBT ബാങ്ക് വഴിയാക്കുന്നതിന്റെ സാങ്കേതികത്വമാണെന്നും ഞങ്ങളല്ലേ അത് പറഞ്ഞത്. ഐസക് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി 3ാമത്തെ തെളിവ് 2016 ഡോക്ടർ തോമസ് ഐസക് പുറത്തിറക്കിയ വൈറ്റ് പേപ്പർ. 2011-16 ഗവൺമെന്റിന്റെ ധനകാര്യ സ്ഥിതിയെ കുറിച്ചിട്ടുള്ള 2016 തോമസ് ഐസക് അധികാരം ഏറ്റെടുത്തപ്പോൾ പുറത്തിറക്കിയ വൈറ്റ് പേപ്പർ. ആ വൈറ്റ് പേപ്പർ പ്രകാരം പറയുന്നത് എന്താണ്? പെൻഷൻ കുടിശ്ശികയായി എത്ര രൂപ കൊടുക്കാനുണ്ട്. അപ്പൊ അതിൽ പറയുന്നു 1000 കോടി രൂപക്കടുത്ത് പെൻഷൻ കുടിശ്ശികയായി കൊടുക്കാനുണ്ട്. ഇതാരാ പറയുന്നത്? തോമസ് ഐസക് വൈറ്റ് പേപ്പറിൽ പറയുന്നതാണ്. ധവളപത്രത്തെക്കാൾ ആധികാരികമായ ഒരു ഫിനാൻഷ്യൽ ഡോക്യുമെന്റ് ഇല്ലല്ലോ. അപ്പോ ഞാൻ ചോദിക്കുന്നത്, 18 മാസത്തെ പെൻഷനാണ് കുടിശ്ശികയെങ്കിൽ ഈ 18 മാസത്തെ പെൻഷൻ കുടിശ്ശികയായി തീർക്കാൻ 1000 കോടി രൂപ മതിയോ? ഞാൻ എച്ച് സലാമിന് തോമസ് ഐസക് കൊടുത്ത മറുപടിയാണ്. ആ മറുപടിയിൽ 11-16 കാലത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ പറയുന്നത് 1/4/2010 കർഷക പെൻഷനാണ്. അത് 300 രൂപ. ആരാ അന്ന് മുഖ്യമന്ത്രി? VS. 1/4/2011 400 രൂപ. അതായത് 1/4 അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ അവസാന ബഡ്ജറ്റിൽ അത് 400 ആക്കി. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഗവൺമെന്റ് ആണല്ലോ. അപ്പോ VSന്റെ ഗവൺമെന്റിലെ 5 കൊല്ലവും എത്രയാ പെൻഷൻ? 300 രൂപ. അതിനുശേഷം ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് വന്നു, 600 ആക്കി. അതിനുശേഷം ആ പെൻഷൻ 1/6/2016 1000 രൂപയാക്കി. എന്നാൽ വാർദ്ധക്യകാല പെൻഷൻ അത് 1/4/2012 400 ഞാൻ നേരത്തെ പറഞ്ഞ. 1/4/2013 അത് 500 ആക്കി. 1/4/2014 അത് 600 ആക്കി. ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. ഇനി വികലാംഗ പെൻഷൻ 1/4/2010 300, 1/4/2011 400, 1/4/2012 525, 1/4/2013 700, 1/4/2014 800. ഇവിടെ ഒരു കള്ളവും കൂടെ പറഞ്ഞില്ലേ? എച്ച് സലാമിന് KN ബാലഗോപാൽ കൊടുത്ത മറുപടിയാണ്. അതായത് 1/4/2016 ഉമ്മൻചാണ്ടി ഇറങ്ങി പോകുമ്പോൾ ഡിസബിലിറ്റി പെൻഷൻ എത്രയായിരുന്നു? 800 രൂപയാണ്. അത് തന്നെ 80% വൈകല്യത്തിൽ കൂടുതലുള്ളവർക്ക് അത് 1100 രൂപയാണ്. ഈ ഡോക്യുമെന്റ് ആണിത്, നിയമസഭാ രേഖയാണ്. അല്ലാതെ 600 രൂപ പെൻഷൻ 18 മാസം കുടിശ്ശികയാക്കിയ കണക്കല്ല ഞാൻ പറയുന്നത്. എച്ച് സലാമിന് KN ബാലഗോപാൽ കൊടുത്ത മറുപടിയാണ്. ഇനി 50 വയസ്സ് കഴിഞ്ഞ അവിവാഹിതർക്കുള്ള പെൻഷൻ 1/4/2010 300, 1/4/11 400, 1/4/12 525, 1/4/13 700, 1/4/14 800, 1/6/2016 1000. ഈ ഗവൺമെന്റ് വന്നപ്പോൾ അത് 1000 ആക്കി. ഞാനിനി സമയം നിങ്ങളെ കൂടുതലായിട്ട് എടുക്കുന്നില്ല. ഞാൻ ഇനി ഇത് സംഗ്രഹിച്ച് പറയാം. ഓൺ ആൻഡ് ആവറേജ് 900, 1000, 1200 വെച്ച് പല താരിഫിൽ അന്ന് പെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ 300-ൽ നിന്നും 1200 വരെ പല താരിഫിൽ ആ സർക്കാർ കൊണ്ടുവന്നു. അത് അടുത്ത പോയിന്റിലേക്ക് വരാം. ഈ സർക്കാർ വന്ന് 9 കൊല്ലം ആയില്ലേ അല്ലേ? ഇപ്പൊ എത്രയാ പെൻഷൻ? 1600. അപ്പോൾ 300-ൽ നിന്നും 1200 വരെ ആക്കിയ സർക്കാരിന് ക്രെഡിറ്റ് ഒന്നുമില്ല. 1200-ൽ നിന്നും
1600 ആക്കിയുള്ള 9 കൊല്ലമായി. എത്ര രൂപയുടെ വർധനവാ? 400 രൂപയുടെ വർധനവ്. 300-ൽ നിന്നും 1200 രൂപയാണോ നിങ്ങൾ കാണുന്നത്? 1200 അവരെന്താ ചെയ്തെന്നറിയോ? അവർ തോമസ് ഐസക് വന്നപ്പോൾ ഈ പെൻഷൻ ഏകീകരിച്ചു. അപ്പോൾ ഒരു ഗുണമുണ്ടായി. 600, ഞാനത് നമ്മൾ പറയുമ്പോൾ സത്യസന്ധമായി പറയണം, 600 ഉള്ളതും 1000 ആക്കി. 1200 എന്താക്കി? 1000 ആക്കി. 1500 ഉണ്ടായിരുന്നു, അതും 1000 ആക്കി. പിന്നെ 100 വെച്ചും 120 വെച്ചും കൂട്ടി 1600 ആക്കി. 2021 പ്രകടന പത്രികയിൽ എന്താ പറഞ്ഞത്? ഓരോ വർഷവും വർദ്ധിപ്പിച്ച് 2500 രൂപയാക്കുമെന്ന് പറഞ്ഞു. ആ 1600-ൽ നിന്നും 1 രൂപ 9 കൊല്ലമായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ടോ? ഉമ്മൻചാണ്ടിയുടെ സർക്കാർ, ഞാൻ എച്ച് സലാമിന് ഇദ്ദേഹം കൊടുത്ത മറുപടിയല്ലേ വായിച്ചത്? ഓരോ വർഷവും 100 രൂപ വെച്ചും 200 രൂപ വെച്ചും ഒക്കെ വർദ്ധിപ്പിച്ചിട്ടാണ് പല താരിഫിൽ ഇത് കൊണ്ടുവന്നത്. ഇനി എൻ്റെ അടുത്ത ചോദ്യം, ഈ പല താരിഫിലുള്ള ഇത്രയും പെൻഷൻ 18 മാസം കുടിശ്ശികയാണെങ്കിൽ അത് കൊടുക്കാൻ നിങ്ങളൊരു കണക്ക് കൂട്ടിയിട്ട് എത്ര കോടി രൂപ വേണം? നിങ്ങളിപ്പോൾ കണ്ടല്ലോ, ഞാൻ വായിച്ചല്ലോ, ഓരോ താരിഫിലുള്ള 600, 800, 1200 ഒക്കെ താരിഫിലുള്ള അന്നത്തെ പെൻഷൻ 18 മാസം കുടിശ്ശികയാണെങ്കിൽ അത് കൊടുക്കാൻ എത്ര രൂപ വേണ്ടി വരും? ഒരു 4500, 5000 കോടി രൂപ വേണ്ടേ? അതിന് മേളിൽ ചിലപ്പോൾ വേണ്ടി വരുമായിരിക്കും. പക്ഷേ വൈറ്റ് പേപ്പറിൽ പറയുന്നത് എത്രയാ? 1000 കോടി രൂപയാണ് പെൻഷൻ കുടിശ്ശികയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നതെന്നാണ്. അപ്പൊ പിന്നെ എവിടെ നിന്നാണ് ഈ കണക്ക്? എന്ത് അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്? ഞാൻ നിയമസഭയിൽ ബാലഗോപാലനും അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ 18 മാസത്തെ കുടിശ്ശിക ഏതാണ്ട് 5000 കോടി രൂപ ഉണ്ടെങ്കിൽ അത് കൊടുത്തത് ഏത് ഹെഡ് ഓഫ് അക്കൗണ്ടിലാണ്? അതൊന്ന് പറയൂ. വേറെ ഒന്നും വേണ്ട, ഞാൻ ഇവിടെ വെച്ചും ചോദിക്കുകയാണ്. അത് ഇവിടെ പ്രചരണത്തിന് കാണുമല്ലോ. ഏത് ഹെഡ് ഓഫ് അക്കൗണ്ടിലാണ് ഈ 18 മാസത്തെ ഏതാണ്ട് 5000 കോടി രൂപ നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി കൊടുത്തത്? ആ ഹെഡ് ഓഫ് അക്കൗണ്ട് പറയൂ. അതിനുവേണ്ടി പുറത്തിറക്കിയ സർക്കാർ ഉത്തരവ് ഏതാണ്? അത് പറയൂ. ആ ഉത്തരവ് കാണിക്കൂ. Subscribe to One India and never miss an update.